ഒരു മനുഷ്യൻ തൻ്റെ ഭൂതകാലത്തിൽ നിന്ന് ഓടിപ്പോകാൻ ശ്രമിച്ചു. പക്ഷേ അവൻ എത്തിപ്പെട്ട ഗ്രാമം അവനെ വീണ്ടും തൻ്റെ ആത്മാവിലേക്കാണ് തിരികെ കൊണ്ടുപോയത്. മലയാള സാഹിത്യത്തെ തന്നെ മാറ്റിമറിച്ച നോവൽ OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം. പാലക്കാടിൻ്റെ അതിർത്തികളിൽ മലകളും കാറ്റും മഞ്ഞും ചുറ്റിയ ഒരു ഗ്രാമം ഖസാക്ക്. അവിടേക്ക് ഒരു ദിവസം രവി എത്തുന്നു, ഒരു ചെറിയ സ്കൂളിലെ അധ്യാപകനായി. പക്ഷേ അവൻ പഠിപ്പിക്കാൻ വന്നതല്ല, സ്വന്തം ജീവിതത്തിൻ്റെ ഉത്തരങ്ങൾ തേടിയാണ് വന്നത്. ഖസാക്കിലെ രാത്രികൾക്ക് ഒരു വിചിത്ര നിശബ്ദതയുണ്ട്. അവിടുത്തെ മനുഷ്യർ കഥകൾ പറയില്ല, അവർ ജീവിക്കുന്നത് തന്നെ കഥകളായിട്ടാണ്. വിശ്വാസം, പ്രണയം, നഷ്ടം, പാപം എല്ലാം ചേർന്ന് ഖസാക്ക് ഒരു സ്വപ്നലോകമായി മാറുന്നു. രവി, അയാൾ ചിരിക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ ഒരു യുദ്ധമുണ്ടായിരുന്നു. കഴിഞ്ഞ കാലത്തിൻ്റെ കുറ്റബോധം അവനെ ഓരോ ദിവസവും വേട്ടയാടുന്നുണ്ടായിരുന്നു. ഖസാക്കിലെ ഓരോ മനുഷ്യനെയും കാണുമ്പോൾ അവൻ കൂടുതൽ കാണുന്നത് സ്വന്തം ആത്മാവിനെയാണ്. ഈ നോവലിൽ ഒരു വില്ലനും നായകനോ അങ്ങനെ ഒന്നും തന്നെയില്ല. ഇവിടെ മനുഷ്യരും അവരുടെ ആത്മാവുകളും മാത്രമാണ്. ഒടുവിൽ രവി മനസ്സിലാക്കുന്നു, മനുഷ്യന് ലോകത്തിൽ നിന്ന് തന്നെ ഒളിച്ചോടാം, പക്ഷേ സ്വന്തം മനസ്സിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാനാവില്ല. ഖസാക്ക് അതൊരു ഗ്രാമമല്ല, മനുഷ്യൻ്റെ ഉള്ളിലെ ഇരുണ്ട ലോകത്തിൻ്റെ പ്രതിബിംബമാണ്. അതുകൊണ്ട് തന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഖസാക്കിൻ്റെ ഇതിഹാസം ഇന്നും വായനക്കാരുടെ മനസ്സിൽ ജീവിക്കുന്നു.